അപ്പം നിങ്ങൾക്ക് ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു ബ്രേക്ക് ഈവൻ ചാർട്ട് പറയാനുണ്ടായിരുന്നു. ഇപ്പം ബ്രേക്ക് ഈവൻ ചാർട്ട് ഇപ്പം കാണിച്ചിരുന്ന എളുപ്പം അത് അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ബി പി ഇൻ യൂണിറ്റും കാണണം, ബി പി ഇൻ സെയിൽസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ബ്രേക്ക് ഈവൻ ചാർട്ട് കാണാൻ വേണ്ടി ബി പിയുടെ കാൽക്കുലേഷൻ വെച്ചാൽ നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട് കാണണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത്രയും ഇൻഫർമേഷനാണ് തരുന്നത്. ഒന്ന്, ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് 1 lakh യൂണിറ്റ്, ഫിക്സഡ് എക്സ്പെൻസസ് 2 lakh, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ₹6, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ₹10, പിന്നെ ഡ്രോ എ ബ്രേക്ക് ഈവൻ ചാർട്ട് ഷോയിങ് ദി ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ എന്നാ കണ്ടുപിടിക്കണം, ബി പി കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ഈവൻ ചാർട്ട് കാണാൻ പറയുമ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് ബി പി ആണ്. ബി പി ഇൻ യൂണിറ്റും ബി പി ഇൻ സെയിൽസും കാണണം, രണ്ടും കാണണം, യൂണിറ്റിൻ്റെയും സെയിൽസിൻ്റെയും കാണണം. അപ്പോൾ ബി പി ഇൻ യൂണിറ്റ് കാണുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഫോർമുലയാണ് ഫിക്സ്ഡ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ ഫിക്സ്ഡ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, അതാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. നമ്മൾ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് വരുമ്പം സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, ഇപ്പോൾ 4 കിട്ടും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്, 4 കിട്ടി. അപ്പോൾ ഫിക്സ്ഡ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ 4 lakh ഈക്വൽ ടു 50,000 യൂണിറ്റ്സ്. അപ്പോൾ യൂണിറ്റിൻ്റെ കിട്ടി. ഇനി സെയിൽസിൻ്റെ കാണാൻ വേണ്ടിയുള്ള ഫോർമുല ഏതാണ്? ഫിക്സ്ഡ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ കാണുകയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? യൂണിറ്റും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 lakh ഇൻറ്റു വേരിയബിൾ കോസ്റ്റ് മൈനസ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണല്ലോ കോൺട്രിബ്യൂഷൻ. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് 1 lakh ഇൻറ്റു 10 lakh, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ഇൻറ്റു 6 lakh വരും. അപ്പം 10 lakh മൈനസ് 6 lakh എന്ന് പറയുമ്പോൾ 4 lakh കിട്ടും. അപ്പോൾ കോൺട്രിബ്യൂഷൻ 4 lakh, സെയിൽസ് 10 lakh ഇൻറ്റു 100 40% കിട്ടും. പിന്നെ ഇത് ഫിക്സ്ഡ് എക്സ്പെൻസ് ഡിവൈഡ് പി വി റേഷ്യോ. ഫിക്സ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 lakh ആണ്. അപ്പം 2 lakh ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 100, അന്നേരം നമുക്ക് ഇവിടെ 5 lakh എന്ന ആൻസർ കിട്ടും ബി ഇ പിയുടെ. അപ്പോൾ അത്രയും കണ്ടുപിടിക്കണം. അത്രയും കണ്ടുപിടിച്ചിട്ട് പിന്നെ ചെയ്യണം, നമ്മൾ ടേബിൾ വരയ്ക്കണം. ഇത് കണ്ടോ, ഏത് ബ്രേക്ക് ഈവൻ ചാർട്ട് വരയ്ക്കാൻ നേരത്തെ ഇതുപോലൊരു ടേബിൾ നിങ്ങൾ എഴുതി വെക്കണം. അതിൽ ആദ്യത്തേതാണ് ഔട്ട്പുട്ട്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ സെയിൽസ്. അപ്പം ആദ്യത്തേന്ന് പറയുന്നത് എല്ലാം 0. ഔട്ട്പുട്ട് 0, വേരിയബിൾ കോസ്റ്റ് 0, ഫിക്സഡ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 2 lakh. ആ ഫിക്സഡ് കോസ്റ്റ് തന്നെയാണ് ടോട്ടൽ കോസ്റ്റ്. ഇത് രണ്ടും എപ്പോഴും സെയിമാണ്. അതായത് ആദ്യം എഴുതുമ്പോഴത്തേന് 2 lakh ഫിക്സഡ് കോസ്റ്റ് 2 lakh, ടോട്ടൽ കോസ്റ്റ് 2 lakh 0. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നത് നമുക്ക് 1 lakh യൂണിറ്റ്സ് എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്, ക്വസ്റ്റിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് 1 lakh യൂണിറ്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1 lakh യൂണിറ്റ്സ് വരെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇത് ചെയ്യുമ്പോഴത്തേന് ബി ഇ പി കിട്ടുന്നുണ്ട്. എത്ര യൂണിറ്റാണ്? 50,000 യൂണിറ്റ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാൻ നേരത്ത് 10,000 മുതൽ എടുക്കണം. 10,000, 20,000, 30,000, 40,000, 50,000 അങ്ങനെ എടുക്കണം. അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം 10,000, 20,000, 30,000, 40,000 അങ്ങനെ 1 lakh വരെയാണ് എടുക്കേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ എക്സ് ആക്സിസും വരയ്ക്കേണ്ടത്. എക്സ് ആക്സിസ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ 10,000 യൂണിറ്റ്സ്. അപ്പോൾ എക്സ് ആക്സിസ് വരയ്ക്കാൻ നേരത്ത് ഇങ്ങനെ വേണം കൊടുക്കാനായിട്ട്. 10,000, 20,000, 30,000, 40,000, 50,000, 60,000, 70,000, 80,000, 90,000, 1 lakh. അപ്പം നമ്മൾ 0 കൊടുത്തു, പിന്നെ 10,000 കൊടുത്തു. 10,000 വെച്ചിട്ട് ഇനിയും വേരിയബിൾ കോസ്റ്റ് കാണണം. വേരിയബിൾ കോസ്റ്റ് നമുക്ക് യൂണിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ 10,000 ഇൻറ്റു എത്രയാണ് നോക്കണ്ടേ? 10,000 ഇൻറ്റു 6 കണ്ടോ, 10,000 ഇൻറ്റു 6 അപ്പോൾ 60,000. അടുത്ത 20,000 യൂണിറ്റ് വരുന്നത് 20,000 ഇൻറ്റു 6 അപ്പം 1 lakh 20,000 വരും. അപ്പോൾ ഓരോന്നിനെയും വേരിയബിളിൻ്റെ യൂണിറ്റും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഔട്ട്പുട്ടിനെ ഓരോന്നിനെയും കൊണ്ട് വേരിയബിളിൻ്റെ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് ആണല്ലോ, കോസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അത് മുഴുവൻ 2 lakh ആണ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. അപ്പം ഇത് 2 lakh തന്നെ. 60,000 പ്ലസ് 2 lakh 2,60,000, 1,20,000 പ്ലസ് 2 lakh 3,20,000 അങ്ങനെ ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ സെല്ലിംഗ് പ്രൈസ് യൂണിറ്റ് ഇല്ലേ, യൂണിറ്റും കൊണ്ട് സെല്ലിംഗ് പ്രൈസ് യൂണിറ്റും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് 10,000 അല്ലേ ആദ്യത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. 10,000 ഇൻറ്റു സെല്ലിംഗ് പ്രൈസിൻ്റെ യൂണിറ്റും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10,000 ഇൻറ്റു
10,000 ഇൻറ്റു 10, 20,000 ഇൻറ്റു 10, 30,000 ഇൻറ്റു 10, അങ്ങനെ ഓരോന്നും അവിടെ യൂണിറ്റും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അന്നേരം നമുക്ക് ഇവിടെ എന്നാ കിട്ടുന്നത്? ടോട്ടൽ സെയിൽസ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കണം, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു എത്രയാണ്? 5 lakh എന്ന് കണ്ടുപിടിച്ചായിരുന്നു. ഈ സെയിൽസ് കണ്ടുപിടിച്ചായിരുന്നു. BEP ഇൻ സെയിൽസ് 5 lakhും BEP ഇൻ യൂണിറ്റ്സ് 50,000 എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. അല്ലാതെ ടേബിൾ എഴുതി കണ്ടുപിടിക്കാം. ടേബിൾ എഴുതി കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ സെയിൽസും സെയിം ആയിരിക്കും. ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കുമ്പോഴത്തേനും ടോട്ടൽ കോസ്റ്റും ടോട്ടൽ സെയിൽസും സെയിം ആയിട്ട് വരുന്ന ഔട്ട്പുട്ടാണ് ഏതെന്ന് പറഞ്ഞേക്കുന്നത്? BEP ഇൻ യൂണിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ യൂണിറ്റിൻ്റെ തന്നെയാണ് ഇവിടെ സെയിൽസ് വന്നേക്കുന്നത്. ടോട്ടൽ കോസ്റ്റും ടോട്ടൽ സെയിൽസും സെയിം ആയിട്ട് വരുമ്പം അതാണ് BEP ഇൻ സെയിൽസ് ആയിട്ട് വരുന്നതും. ആ രണ്ട് സെയിം ആയിട്ട് വരുന്നതിൻ്റെ യൂണിറ്റാണ് BEP ഇൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഇങ്ങനെ ടേബിൾ എഴുതി ചെയ്യുമ്പം കിട്ടുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചാർട്ട് വരയ്ക്കണം. ചാർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫിലൊന്നും വരയ്ക്കേണ്ട, ചുമ്മാ വരച്ചാൽ മതി. അപ്പോൾ അവിടെ എക്സ് ആക്സിസ് ആണ് 10,000, 20,000, 30,000, 40,000, 50,000. അതാണ് ഇവിടെ കൊടുത്ത് എക്സ് ആക്സിസ് വേണം അങ്ങനെ കൊടുക്കാൻ. വൈ ആക്സിസ് എന്ന് പറയുന്നത് ഏതാണ്? ഈ നമ്മൾ സെയിൽസ് നമുക്ക് 10 lakh വരെ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് വൈ ആക്സിസ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് കണ്ടോ, കോസ്റ്റ് ആൻഡ് സെയിൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. സെയിൽസാണ് വൈ ആക്സിസ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 1 lakh, 2 lakh, 3 lakh, 4 lakh, 5 lakh, അങ്ങനെ 10 lakh വരെ അത് കൊടുക്കണം. പിന്നെ ആദ്യം ചെയ്യേണ്ടത് ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കണം. ഇതാണ് ഫിക്സഡ് കോസ്റ്റ്. ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 lakh ആണ്. അത് എപ്പോഴും ഫിക്സഡ് ആണ്. അതാണ് ആദ്യമേ വരയ്ക്കേണ്ടത്. അപ്പം ഇത് കണ്ടോ, 2 lakh. ഈ 2 നേരെ അങ്ങ് വരയ്ക്കുക. 2 lakh ഫിക്സഡ് കോസ്റ്റ് ലൈൻ കണ്ടോ? ഈ 2 lakh നേരെ അങ്ങ് വരയ്ക്കുക. അതെപ്പോഴും എല്ലായിടത്തും അങ്ങനെ ഫിക്സഡ് കോസ്റ്റ് സെയിം ആയതാണ്. 2 lakh നേരെ അങ്ങ് വരയ്ക്കുക. പിന്നെ അതാണ് ആദ്യം വരയ്ക്കേണ്ടത്. പിന്നെ അടുത്തത് നമുക്ക് നമ്മുടെ എളുപ്പം പോലെ വരയ്ക്കാം. ഒന്നെങ്കിൽ ടോട്ടൽ സെയിൽ ലൈൻ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ലൈൻ വരയ്ക്കാം. ടോട്ടൽ സെയിൽസ് ലൈൻ വരയ്ക്കാം. ടോട്ടൽ സെയിൽസ് ലൈൻ വരയ്ക്കാൻ ഒന്നുകൂടെ എളുപ്പം തോന്നും. അപ്പോൾ ടോട്ടൽ സെയിൽസ് ലൈൻ എടുക്കുക. ടോട്ടൽ സെയിൽസ് ലൈൻ നോക്കിയിട്ട് നോക്കണം. അതിൻ്റെ അകത്ത് 10,000-ന് എത്രയാണ് വേണ്ടത്? 1 lakh വേണ്ടത്. അതുപോലെ തന്നെ 0 ഉണ്ട്. 0, 1 lakh, 2 lakh, 3 lakh, 4 lakh, 5 lakh, 6 lakh, 7 lakh, 8 lakh, 9 lakh, 10 lakh ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് കണ്ടോ, 0യുടെ അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് 10,000 നേരെ 1 lakh, 20,000 നേരെ 2 lakh, 30,000 നേരെ 3 lakh, 40,000 നേരെ 4 lakh, 50,000 നേരെ 5 lakh, അങ്ങനെ വരച്ച് അത് അടയാളപ്പെടുത്തി പോകണം. അത് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്തെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ അങ്ങ് വരയ്ക്കണം. അത് കഴിഞ്ഞ് ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 2 lakh-ലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ 2 lakh ഫിക്സഡ് കോസ്റ്റ് വരച്ചില്ലേ, അവിടുന്ന് വേണം തുടങ്ങാനായിട്ട്. ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരച്ചില്ലേ, അവിടുന്ന് വേണം 2 lakh എടുക്കാനായിട്ട്. അപ്പോൾ 2 lakh, അപ്പം 10,000 യൂണിറ്റിൻ്റെ 10,000 ടോട്ടൽ കോസ്റ്റ് ലൈൻ. ആദ്യമേ 2 lakh, പിന്നെ 2 lakh തുടങ്ങി, പിന്നെ 10,000 എത്രയാണ് വരുന്നത്? 2,60,000 വരുന്നത്. അപ്പം 10,000 ഇവിടെ എടുക്കുക. 10,000 എടുത്തിട്ട് ഇവിടെ 2 കഴിഞ്ഞ് ഇച്ചിരൂടെ എന്നാ മാർക്ക് ചെയ്യണം? 2,60,000 മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് 30,000 എടുക്കണം. 30,000-ൻ്റെ എത്രയാണ് വരുന്നത്? 30,000-ൻ്റെ 3,20,000. അപ്പം 3 lakh കഴിഞ്ഞ് കുറച്ചുകൂടെ മേളിലോട്ട് 3,20,000 വരയ്ക്കുക. അങ്ങനെ വരച്ച് അത് അടയാളപ്പെടുത്തി പോവുക. എന്നിട്ട് നേരെ അതങ്ങ് വരയ്ക്കുക. അങ്ങനെ രണ്ടും കൂടെ വരച്ച് കഴിയുമ്പം ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യും. ടോട്ടൽ കോസ്റ്റ് ലൈനും ടോട്ടൽ സെയിൽസ് ലൈനും കൂടെ ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യും. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് വേണം ഇങ്ങോട്ട് വരയ്ക്കാൻ. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് വെച്ചിട്ട് വേണം ഇവിടുന്ന് താഴോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കാൻ. അന്നേരമാണ് നമുക്ക് BEP ഇൻ യൂണിറ്റും BEP ഇൻ സെയിൽസും കിട്ടുന്നത്. ഇത് 50,000 യൂണിറ്റും കിട്ടും, ഇത് 5 ലക്ഷവും കിട്ടും. ചാർട്ട് വരച്ച് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എവിടെയാണോ വരുന്നത് അവിടുന്ന് ഇങ്ങോട്ട് താഴോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കണം. അപ്പം നമുക്ക് കറക്റ്റ് 50,000 യൂണിറ്റും 5 ലക്ഷവും ഇവിടെ കിട്ടും. എന്നിട്ട് ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ഒരു കേർവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഈ പോയിൻ്റാണ് ഏതെന്ന് പറയുന്നത്? ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് ലൈനും ടോട്ടൽ സെയിൽ ലൈനും വരച്ചു. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇങ്ങനെ ഇവർ ലൈൻ വരച്ചേക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ ആണ് ഏതെന്ന് പറഞ്ഞേക്കുന്നത്? പ്രോഫിറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഈ ഏരിയനെയാണ് നമ്മൾ പ്രോഫിറ്റ് ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ, ഈ ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ലോസ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടം വരുന്ന
ഈ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് വരുന്ന ഇങ്ങോട്ടുള്ള ഭാഗം, ഈ ഭാഗമാണ് ഏതെന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഇത്രയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ പോയിൻറ്റ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ടോട്ടൽ കോസ്റ്റ് ലൈന്, ടോട്ടൽ സെയിൽ ലൈന്, ഇതാണ് ലോസ് ഏരിയ എന്ന് പറയുന്നത്, ഇതാണ് ഈ പ്രോഫിറ്റ് ഏരിയ എന്ന് പറയുന്നത്, ഇതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. അപ്പോൾ നിങ്ങൾ നോട്ട് എടുത്ത് തന്നെത്താനെ ഒന്ന് വരച്ച് നോക്കണേ കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിച്ചാൽ മതി.